പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാർലമെന്റിന്റെ ചുമതലകളാണ്. പാർലമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ രണ്ട് സഭകളുടെയും അംഗീകാരം അത്യാവശ്യമാണ്. അഥവാ ലോക്സഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിയമത്തിന്റെ കരട് രൂപത്തെ ബില്ല് എന്ന പേരിലാണ് വിളിക്കാറുള്ളത്. സാധാരണ രീതിയിൽ ഒരു ബില്ല് പാസ്സാകണമെങ്കിൽ പാർലമെന്റിന്റെ രണ്ട് സഭയിലും അവതരിപ്പിക്കുകയും ഏത് സഭയിലാണോ ബില്ല് ആദ്യമായി അവതരിപ്പിക്കുന്നത് ആ സഭയെ ഒന്നാം സഭയെന്നും രണ്ടാമതായിട്ട് അവതരിപ്പിക്കുന്ന സഭയെ രണ്ടാം സഭയെന്നും നമുക്ക് വിളിക്കാം. രണ്ട് സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി രണ്ട് സഭകളിലും പാസ്സായതിനു ശേഷം ആ ബില്ല് രാഷ്ട്രപതിയുടെ അടുത്തെത്തുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം കിട്ടുന്നതോടുകൂടെയാണ് ഒരു ബില്ല് നിയമമായിട്ട് മാറുന്നത്. ബില്ല് പാസ്സാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാം സഭ എന്ന് പറയുന്നത് ലോക്സഭയാവട്ടെ രാജ്യസഭയാവട്ടെ സാധാരണ ഒരു ബില്ലാണെങ്കിൽ ഒന്നാം സഭ എന്ന് പറയുന്ന ആ ലോക്സഭയാണെങ്കിൽ ലോക്സഭ, രാജ്യസഭയാണെങ്കിൽ രാജ്യസഭ, അവിടെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, ഈ മൂന്ന് വായനകൾ കഴിഞ്ഞതിന് ശേഷം അവിടെ അംഗീകാരം അതിന് ലഭിച്ചതിന് ശേഷം രണ്ടാം സഭയിലും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, ഇങ്ങനെ മൂന്ന് വായനകൾ കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റിൻ്റെ അംഗീകാരത്തിന് ഈ ബില്ല് സമർപ്പിക്കുകയും പ്രസിഡന്റ് ഈ ബില്ലിൽ ഒപ്പുവെക്കുന്നതോടുകൂടെ ഈ ബില്ല് നിയമമായി മാറുകയും ചെയ്യുന്നു. ഓരോ വായനയിലും എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഒരു ബില്ല് നിയമമാകുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത്. ഒന്നാം വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നതിനെയാണ് ഒന്നാം വായന എന്ന് പറയുന്നത്. രണ്ടാം വായന എന്ന് പറയുന്നത് ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നെങ്കിൽ ബില്ലിൽ ഉള്ള ഏതെങ്കിലും ഒരു വകുപ്പ്, ഓരോ വകുപ്പും ചർച്ച ചെയ്യുന്നു, അതിനുശേഷം ഓരോ വകുപ്പും പാസ്സാക്കുന്നു, അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നു, അല്ലെങ്കിൽ പരിപൂർണമായിട്ടും അതിൽ നിന്ന് ഒഴിവാക്കുന്നു, ആവശ്യമില്ലാത്തതാണെങ്കിൽ ചർച്ച ചെയ്ത് അതിൽ നിന്ന് ഒഴിവാക്കുന്നു. ഇതാണ് രണ്ടാം വായനയിൽ സംഭവിക്കുന്നത്. മൂന്നാം വായനയിൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ മൊത്തമായി നിരാകരിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ഈ വായനയും കഴിഞ്ഞ് ഈ ബില്ല് അംഗീകരിച്ച് കഴിഞ്ഞാൽ, അഥവാ ഈ മൂന്ന് വായനയും കഴിഞ്ഞ് ഈ ബില്ലിന് അംഗീകാരം നൽകിയാൽ, ഈ ബില്ല് പാസ്സാക്കിയാൽ രണ്ടാമത്തെ സഭയിലേക്ക് അത് പോവുകയും രണ്ടാം സഭയിലും ഇത്തരത്തിൽ മൂന്ന് വായനകൾ കഴിഞ്ഞാൽ പിന്നീട് പ്രസിഡന്റിൻ്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടെ ഒരു ബില്ല് എന്തായി മാറുന്നു? നിയമമായി മാറുന്നു. ഇന്ത്യയിലപ്പോൾ പാർലമെൻറ്റിൽ ഒരു നിയമം ഉണ്ടാക്കുക എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിൻ്റെ നടപടികൾ എന്ന് പറയുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അതിലെ ഓരോ ഘട്ടവുമാണ് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭാധ്യക്ഷൻ്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്കായിട്ട് അയക്കുകയും രണ്ടാം സഭയിലും മുകളിൽ പറഞ്ഞ പോലെ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ബില്ല് രണ്ട് സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടെ ബില്ല് എന്തായി മാറുന്നു? നിയമമായി മാറുന്നു. ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഓരോ നിയമവും നിലവിൽ വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു അവസരത്തിൽ രണ്ട് സഭകൾക്കുമിടയിൽ ബില്ലിനെ സംബന്ധിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഒരു സംയുക്ത സമ്മേളനം വിളിക്കുകയും അതിൽ വെച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പോൾ രാഷ്ട്രപതിയാണ് ഈ സംയുക്ത സമ്മേളനം വിളിക്കുക. അഥവാ ലോക്സഭയും രാജ്യസഭയും ഒരുമിച്ചുള്ള സമ്മേളനം വിളിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. ലോക്സഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുക. ഇത് ചർച്ച ചെയ്യുന്ന ധനബില്ലാണ്. സാധാരണ നിയമനിർമ്മാണത്തിൽ നിന്ന് വിഭിന്നമായിട്ടാണ് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടാണ് ധനബിൽ അവതരിപ്പിക്കാറുള്ളത്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിൻ്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലിനെയാണ് ധനബിൽ എന്ന് പറയുന്നത്. ഒരു ധനബിൽ ലോക്സഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ.
അത് ഭരണഘടന പ്രത്യേകം പറയുന്ന അല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതപ്പെട്ട ഒരു നിയമമാണ്. ധനബിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കേണ്ടത് ലോക്സഭയിലാണ്. ലോക്സഭ പാസ്സാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ രാജ്യസഭയിലേക്ക് ഈ ബില്ല് അയക്കുന്നു. രാജ്യസഭ ഈ ബില്ലിൽ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി ലോക്സഭയിലേക്ക് 14 ദിവസത്തിനുള്ളിൽ അയക്കുകയും ലോക്സഭയ്ക്ക് രാജ്യസഭയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യാം. അതിനുശേഷം പിന്നീട് പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് വേണ്ടി അയക്കുകയും പ്രസിഡന്റിന്റെ അംഗീകാരം കിട്ടുന്നതോടുകൂടെ ധനബിൽ ഒരു നിയമമായിട്ട് മാറുകയും ചെയ്യുന്നു.